ഇവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എനിക്ക് ഇവിടെ സെന്റ് ജോർജ് സ്കൂളിൽ വരുന്നത് വലിയൊരു സന്തോഷവും ആനന്ദവും തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ ഫ്രൈഡേ മറ്റെന്തോ പരിപാടി ഉള്ളത് കൊണ്ടാണ് ഈ ഫ്രൈഡേ ആക്കിയത്. അപ്പോൾ ഈ ഫ്രൈഡേ എനിക്ക് ഇവിടെ വരാനും നിങ്ങളുമായിട്ട് കുറച്ച് അനുഭവങ്ങൾ പങ്കിടാനും ഒക്കെ സാധിച്ചു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആഡഡ് ബോണസ് പോലെ ക്രിസ്മസിൻ്റെ മെസ്സേജുമായിട്ട് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ 2025 നിൽക്കാനായിട്ട് സാധിച്ച വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ അച്ഛന് അതിനുള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തട്ടെ. അപ്പോൾ ഞാൻ ഇന്നുമല്ല പല തവണ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ട്. യു ആർ ഓൾ ടാലന്റഡ്, വെരി യുണീക്ക്, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തത് സെലിബ്രേറ്റ് യുവർ സെൽഫ്. അപ്പോൾ എന്നും അതിലൂടെ തന്നെ നിങ്ങളെ സ്വയം മനസ്സിലാക്കി നമുക്ക് സമൂഹത്തിലും എങ്ങനെ ഹൗ ടു ബി പാർട്ട് ഓഫ് ദി ആൻസർ, ഹൗ ടു ബി പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ എന്നത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വ്യക്തിയാവാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ക്രിസ്മസിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. ഇമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗോഡ് വിത്ത് us എന്നാണ്. എല്ലാ വർഷവും ക്രിസ്മസ് വന്നു പോകുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? ഈ വർഷത്തിന്റെ ഡേറ്റിന് വരെ പ്രത്യേകതയുണ്ട് ഇല്ലേ? ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? 25, 12, 25 225 ആദ്യം ഒരുമിച്ച് വരുന്ന ഒരു വർഷം. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു വർഷ അവസാനം 2025 അവസാനിക്കാറായി. ഇനി 2026 ഇനി അധികം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നന്ദിയോടുകൂടി നമുക്ക് ഈ നിമിഷം ഇരിക്കാം. എത്രയോ പേർ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് അർത്ഥവത്തായിട്ട് ഓടി പൂർത്തീകരിക്കാനുള്ള ഒരു റിമൈൻഡറും കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു നിമിഷം. ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കിടലിൻ്റെയും നമ്മൾക്ക് എങ്ങനെ ഒരു ഗിവർ ആവാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ഗിവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവുന്നത് എങ്ങനെ? നമ്മൾ ടേക്കർ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ അറിവ്, ടാലന്റ്, സ്കിൽസ്, കഴിവ്, സമയം, ഏറ്റവും വിലപ്പെട്ടതാണ് സമയം നമ്മൾ അർത്ഥവത്തായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ചുറ്റിനുള്ളവരുടെയും നമ്മുടെയും ഒക്കെ ഉന്നതിക്ക്, വളർച്ചയ്ക്ക് എങ്ങനെ സാധ്യമാകും എന്നുള്ള രീതിയിലാണ് നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്. അപ്പോൾ ഈ ക്രിസ്മസിലൂടെ നമുക്ക് എങ്ങനെ ഗിവറാകാം എന്നുള്ള ആ ചിന്ത നമ്മൾ പരിശോധിക്കുമ്പോൾ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ നാക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരെ വളർത്താനും ഉയർത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെലവഴിക്കാം. ഇപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലോട്ട് വന്നത് തന്നെ came for the lost, broken, ഏറ്റവും പാപികൾക്ക് വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിലെ ദൂതപുത്രന്റെ, മുടിയനായിട്ടുള്ള പുത്രന്റെ, പ്രോഡിഗൽ സണ്ണിന്റെ എക്സാമ്പിളിലൂടെ ബൈബിളിന്റെ ആ ത്രെഡ്, എസെൻസ് ഓഫ് ദ ബൈബിൾ തന്നെ പോകുന്നത് കം ബാക്ക്, മടങ്ങി വരവാണ്. അപ്പൊ നമ്മളെല്ലാവരും തെറ്റ് ചെയ്തു. വി ആർ ഓൾ ഫോളൻ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. പക്ഷേ നമുക്ക് ഈ ഒരു ക്രിസ്മസിൽ ഒരു കം ബാക്ക് ആണ്, മടങ്ങി വരവിനാണ് ഈ ഒരു അവസരം തരുന്നത്. യേശുക്രിസ്തുവിന്റെ വംശാവലി പട്ടിക, ജിനിയോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ 4 സ്ത്രീകളുടെ പേരാണ് വംശാവലിയിലുള്ളത്. ബത്ശേബ, താമാർ, റൂത്ത്, പിന്നെ ആരൊക്കെയാണ് എനിക്കറിയോ? ബത്ശേബ, ഹാഗാർ, അല്ലേ? 4 പേരാണുള്ളത്. ഇതിൽ റൂത്താണ് ഒരു നന്മയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ റൂത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റൂത്ത് എടുത്ത ഒരു അവസരോചിതമായിട്ടുള്ള തീരുമാനമാണ് റൂത്തിന്റെ പേര് യേശുക്രിസ്തുവിന്റെ വംശാവലി പട്ടികയിൽ ഉൾപ്പെടുത്തിയതും റൂത്തിനെ യേശുക്രിസ്തുവിന്റെ മുതുമുത്തശ്ശിയായിട്ട് നമ്മൾ ആദരിക്കുന്നതും. പക്ഷേ ഈ സ്ത്രീകൾ എല്ലാവരുടെയും ജീവിതം, അവരെല്ലാവരുടെയും തെറ്റുകൾ സംഭവിച്ചു. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഒരു കംബാക്ക് ഉണ്ടായി. അങ്ങനെയാണ് അവരുടെ പേരുകൾ യേശുക്രിസ്തുവിന്റെ വംശാവലി പട്ടികയിൽ, ജിനിയോളജിയിൽ വന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്, നമുക്ക് തെറ്റുകൾ സംഭവിച്ചാലും അത് മടങ്ങി വരാനുള്ള ഒരു വലിയൊരു അവസരമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അപ്പൊ ഇന്ന് ഇപ്പോൾ വായിക്കുകയായിരുന്നു. ഇപ്പോൾ ലിയോണൽ മെസ്സി കൊൽക്കത്തയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ എത്തും, അതിനുശേഷം മുംബൈയിലൊക്കെ വരുമെന്നൊക്കെ. നിങ്ങളൊക്കെ ഏറെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ലിയോണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരൊക്കെ അല്ലേ?
അവരെ മില്യൺസ് ഓഫ് പീപ്പിൾ വേൾഡ് വൈഡ് അവരെ അഡ്മയർ ചെയ്യാനുള്ള ഒരു കാരണം. മെസ്സി ആണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിലും കുടുംബത്തിനാണ് അവരേറെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ക്രിസ്മസ് സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, സഹോദരങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയെ ചേർത്ത് പിടിക്കുക. ഇപ്പോൾ ഒരു സ്ലാങ് തന്നെയുണ്ട്, ഞാൻ ഇന്ന് പറയുകയുണ്ടായി, സിഗ്മ അല്ലേ? സിഗ്മ നിങ്ങൾ കേട്ടിട്ടില്ലേ? ജെൻസി സ്ലാങ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ഞാൻ കരുതുന്ന സിഗ്മ പേഴ്സൺസ് വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, റോജർ ഫെഡറർ, അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ, വിശ്വനാഥൻ ആനന്ദ്, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ്. കാരണം അവരൊക്കെ കുടുംബത്തിനാണ് ഏറെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു വേറൊരു എഴുത്തുകാരനായിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ജോസഫ് മന്നക്കുട്ടി ജോസിന്റെ പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ട്. അദ്ദേഹവും കുടുംബത്തിനാണ് അടിവരയിട്ട് സ്ഥാനം കൊടുക്കുന്നത്. അമ്മയുടെ പേരാണ് ഇതിന്റെ പേരിൽ വരെ ചേർത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ എല്ലാവരെയും സ്വാധീനിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങളുടെ അച്ഛനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം. അപ്പൊ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച വ്യക്തിയാണ് എൻ്റെ അച്ഛനും അമ്മയും. അതുപോലെ തന്നെ എൻ്റെ സഹോദരനായിട്ടുള്ള രോഹൻ, അതുപോലെ എൻ്റെ കസിൻസിൽ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സ്വരൂപ്, എൻ്റെ ഫസ്റ്റ് കസിനാണ്. അതുപോലെ എൻ്റെ മറ്റൊരു ഫസ്റ്റ് കസിൻ രശ്മി, അതുപോലെ തന്നെ എൻ്റെ ഒരു ആൻറ്റി മേരിക്കുട്ടി ആൻറ്റി, അവരുടെ ഫാദറിൻ്റെ സിസ്റ്റർ, അതുപോലെ എൻ്റെ കോട്ടയത്തുള്ള ഒരു കസിനുണ്ട് അജിത. ഇതൊക്കെയാണ്, ഇവരുടെ എല്ലാവരും ഒരു നന്മയുടെ ഒരു സ്പാർക്കുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്, നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ നന്മകൾ ആഘോഷിക്കാൻ ശ്രമിക്കണം. കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താതെ മറ്റുള്ളവരുടെ നന്മകൾ ആഘോഷിക്കണം, അത് സെലിബ്രേറ്റ് ചെയ്യണം, അത് അംഗീകരിക്കണം, അവരെ ചേർത്ത് പിടിക്കണം. ഈ ക്രിസ്മസിന്റെ ഒരു സന്ദേശം വരുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരെ, നിങ്ങൾ വിഷമിക്കുന്നവരെയും ഒറ്റപ്പെട്ട് ഇരിക്കുന്നവരെയും ലോൺലി ആയിട്ടിരിക്കുന്നവരെയും ഒക്കെ ഓർക്കുക, അവരെ ഒന്ന് കരുതുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരു ലാസ്റ്റിൽ ഒരു സെൻ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതില് ബുദ്ധന്റെ ഒരു ശിഷ്യൻ തെരുവിൽ നടന്ന് പറയുന്നുണ്ട്, എല്ലാവർക്കും മാപ്പ് കൊടുക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, ക്ഷമിക്കണം, തെറ്റ് ചെയ്യരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എന്നും ഇതുപോലെ ആവർത്തിക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന ആ തെരുവിൽ ഒബ്സർവ് ചെയ്ത് നിന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഈ മാപ്പ് കൊടുക്കണം, ക്ഷമ കൊടുക്കണം, സ്നേഹിക്കണം, തെറ്റ് ചെയ്യരുത്, മറ്റുള്ളവരെ സ്നേഹിക്കണം, വ്യഭിചാരം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, ആരും നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഇത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല പറയുന്നത്, എന്നോട് തന്നെയാണ്, എനിക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ഞാനും ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും തെറ്റുകളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്കും കൂടി ഒരു റിമൈൻഡറാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ നന്മ നഷ്ടപ്പെടുത്താതെ ക്രിസ്മസിന് നമ്മൾ സ്റ്റാർ എല്ലാവരും കെട്ടിത്തൂക്കാറുണ്ടല്ലോ, സ്റ്റാർ അല്ലേ? സ്റ്റാർ തൂക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി, മറ്റുള്ളവർക്ക് വെളിച്ചവും പ്രകാശവും പുഞ്ചിരി പകരുന്ന ഒരു നക്ഷത്രമായി നമ്മളായിരിക്കണം സ്റ്റാർ. ഈ വർഷത്തെ സ്റ്റാർ മാത്രമല്ല, എല്ലാ വർഷവും നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പറയുന്നത് ദൈവം ഭൂമിയിലുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ തെറ്റുകൾ തിരുത്തി സ്നേഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാതെ ഞാൻ ഒരുപാട് ഭയങ്കരമായി ക്ഷമ കൊടുക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഭയങ്കരമായി മാപ്പ് കൊടുക്കുന്ന വ്യക്തിയോ സ്നേഹിക്കുന്ന വ്യക്തിയോ ആയതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. എനിക്കും ഒരുപാട് തെറ്റുകളും വീഴ്ചകളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതെല്ലാം തിരുത്തിക്കൊണ്ട്, കറക്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്വയം ഒരു റിയലൈസേഷൻ, ഒരു അവേക്കനിങ് ആണ് ഈ ക്രിസ്മസിന് വരുന്നത്. ക്രിസ്മസിന് നമ്മൾ ഉണരണം. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ണി യേശു പിറക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ലോക ജീവിതം, ഈ ഒരു ഓട്ടം അർത്ഥവത്തായിട്ട് നമുക്ക് ഓടി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനോടൊപ്പം ഇനി റിപ്പബ്ലിക് ഡേ വരാൻ പോകുന്നു. ഞാൻ എപ്പോഴും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പോലെ ഇവിടെ ഈ ഒരു വിദ്യാലയത്തിൽ
നിന്നും ഒരു പത്മഭൂഷൺ, പത്മശ്രീ, പത്മവിഭൂഷൺ, ഭാരതരത്ന അങ്ങനെയുള്ള ഉയർന്ന ബഹുമതികൾ നിങ്ങളെ തേടി എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക, പ്രയത്നിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. താങ്ക് യു.